ഒരു വീട്ടിൽ അമ്മയും മകളും. അപ്പോൾ അവരെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരോ ശ്രമിച്ചു. ആ പയ്യന് അനാവശ്യമായിട്ട് കേസിൽ കൊടുക്കാൻ ഇവർ കള്ളം പറയുന്നതാണ്. പോലീസ് ഇവരുടെ ഒരു വശത്ത് നിന്നുകൊണ്ട് ഈ പയ്യന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ. ഈ ഡോഗ് ഒരു 1/2 കിലോമീറ്ററോളം അകലെയുള്ള, ഏതാണ്ട് 1/2 കിലോമീറ്റർ വരും, ആ അകലെയുള്ള പയ്യൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറി. ഈ കയറിയതോടെ ഇങ്ങനെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ നാട്ടുകാരെല്ലാവരും തന്നെ നിശബ്ദരായി. പോലീസിനെ വഴിതെറ്റിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ സ്മെല്ല് കിട്ടാതിരിക്കാനുള്ള ഒരുപാട് രീതികൾ കള്ളന്മാരെ നിവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് വിദഗ്ധൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷിബു ആറാലമൂടാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും ഇത്തരത്തിൽ പ്രത്യേകതയുള്ള ഒരു കാര്യം അങ്ങേക്ക് ഓർമ്മ വരുന്നുണ്ടോ മനസ്സിൽ? അത് ഞങ്ങൾ ഒരു കേസന്വേഷണത്തിന് സ്ഥലത്തെത്തുകയാണ്. ഒരു വീട്ടിൽ അമ്മയും മകളും. അപ്പോൾ അവരെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരോ ശ്രമിച്ചു. ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച രീതി എന്ന് പറയുന്നത് വയറെടുത്തിട്ട് അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഇവർ ഉറങ്ങിക്കിടക്കെ വളരെ സാവധാനം ഇവരുടെ വിരലിൽ ചുറ്റി വെച്ചിട്ട് ഇത് പ്ലഗിൽ കൊടുത്താണ് കൊല്ലാനുള്ള ശ്രമം. പക്ഷേ ഈ വയറിന് അല്പം നീളം ഉണ്ടായിരുന്നുകൊണ്ട് ഇയാളെ കൊണ്ടുവന്ന വയറ് നീണ്ടതുകൊണ്ട് ഈ പ്ലഗിനടുത്തേക്ക് ഇയാൾ നീങ്ങാൻ പോയപ്പോൾ ഈ വയറ് ഇയാളുടെ തന്നെ കാലിൽ ചുറ്റി വലിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഉണന്ന് ഈ സംഭവം അവരെ നിമിഷ നേരം കൊണ്ട് അവർക്ക് അപകടം മനസ്സിലായി. അവർ പെട്ടെന്ന് നിലവിളിച്ചതും ഇയാൾ അവിടുന്ന് ഓടി. അപ്പോൾ ഈ കൊല്ലാൻ ശ്രമിച്ച ആളിനെ അവർ കണ്ട് അവർക്ക് അറിയാവുന്ന ആളാണ്. ഈ വീട്ടിലെ പെൺകുട്ടിയുടെ കാമുകനായിരുന്നു അയാൾ. അപ്പോൾ കാമുകനായിരുന്നുവെങ്കിലും ഈ പെൺകുട്ടിക്ക് വേറെ നല്ല വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർക്ക് തുടക്കത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു നല്ല ആലോചന വന്നപ്പോൾ ഈ പയ്യനെ തടയുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഇത് ഇയാൾക്ക് താങ്ങുന്നതിനപ്പുറമായിരുന്നു. കാരണം ഇയാൾ അത്രയേറെ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ വളരെ അടുപ്പവും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ പ്രതികാരമാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് വ്യക്തമാണ്. ഈ വീട്ടിലെ അയാൾക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലേ? ആ വീട്ടിൽ വരാനും അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും അതറിയാം. നാട്ടുകാർക്കും ഇയാൾ ഈ പെൺകുട്ടിയുടെ അടുപ്പത്തിലാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം. ഈ പയ്യനെ സംബന്ധിച്ച് ഈ ഉൾവാറ്റ് അടുപ്പമുണ്ടെന്നുള്ളത് കവിഞ്ഞിട്ട് മറ്റാർക്കും നെഗറ്റീവായ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ അവരവസ്ഥ കല്യാണം കഴിക്കും നാട്ടുകാരുടെ പൊതുവെ വിവാഹം കഴിക്കും എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. ഇയാൾക്ക് ഈ വേറെ കല്യാണം വരുമ്പം ഈ പെൺകുട്ടി വേറെ ആളെടുത്ത് പോകരുതെന്നുള്ള താല്പര്യം കൊണ്ട് ഷോക്കടിപ്പിച്ച് കൊല്ലാൻ പ്രതികാരമാണല്ലോ വരുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അവിടെ ഒരു തൊപ്പിയും കിടപ്പുണ്ട് സീനിൽ. അപ്പോൾ ഞങ്ങൾ വരുന്നു, സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഈ പ്ലഗ് പോയിന്റ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ വയറ് ഇതൊക്കെ ഇതിൻ്റെ പ്ലഗൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടി വരും, എല്ലായിടവും പരിശോധിക്കണമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീനിലേക്ക് പരിശോധനയ്ക്ക് പോലീസ് നായയും ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ വെച്ചിരുന്ന തൊപ്പിയാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. വീട്ടുകാർ പറയുന്നു ഇവനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇവനാണെന്ന് പറയുന്നത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് അത് ബോധ്യമാവുന്നില്ല. അപ്പോൾ നാട്ടുകാരുടെ തീരുമാനം അനുസരിച്ചല്ല പോലീസ് പരിശോധിക്കുന്നത്. എങ്കിൽ പോലും നാട്ടുകാർ ആ പയ്യന് അനാവശ്യമായിട്ട് കേസിൽ കൊടുക്കാൻ ഇവർ കള്ളം പറയുന്നതാണ് എന്ന തരത്തിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. അപ്പോൾ പോലീസിന് അതൊന്നും പോലീസ്, അതായത് ഇവര് ഇയാളെ കൊടുക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇവരുടെ ഒരു വശത്ത് നിന്നുകൊണ്ട് ഈ പയ്യന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ. ഇത് നാട്ടുകാരുടെ വ്യാഖ്യാനം. അത് ഒരു വലിയൊരു ജനവിഭാഗമുണ്ട്. പ്രാദേശികമായ രാഷ്ട്രീയ നേതാക്കൾ എന്നുവെച്ചാൽ പ്രാദേശികമായിട്ടുള്ള അവരെല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു അഭിപ്രായമാണ്. അവർ ഒരിക്കലും അവനത് ചെയ്യില്ല എന്നൊരു മട്ടാണ്. നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് പറഞ്ഞു നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും, ആ കാര്യങ്ങൾ ചെയ്യും, ഒക്കെ ചെയ്യണം. പക്ഷേ എങ്കിലും ആ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഘടകം കൂടി അതിനകത്തുണ്ട്. പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ പോലീസിന് നടപടി പൂർത്തിയാക്കാൻ പറ്റൂ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എങ്കിലും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ പോലീസ് പറഞ്ഞ് ഞങ്ങൾ പരിശോധിക്കട്ടെ, നോക്കട്ടെ, തൽക്കാലം അവനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും, അതൊക്കെ പോലീസിൻ്റെ നടപടിയുടെ ഭാഗമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയും മകളെയാണ് അവർ കുറ്റപ്പെടുത്തി നിൽക്കുന്നത്.
അപ്പോഴാണ് പോലീസ് നമ്മുടെ നായ വന്നിട്ട് ഈ ഒരു തൊപ്പി ഇവൻ വെച്ചിട്ട് തൊപ്പി, അപ്പോൾ ഇവനിങ്ങനെ തൊപ്പി വെക്കുന്ന ശീലമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കൊണ്ട് തൊപ്പി ഇവൻ വെച്ചുകൊണ്ട് ഇവൻ്റെ തൊപ്പിയാണെന്ന് ആ തരത്തിലൊന്നും ആരും കണ്ടിട്ടുമില്ല. ഈ അമ്മയും മകളും പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നായ വന്ന് ഇത് തൊപ്പി സ്മെല്ല് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ നായയെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നായയുടെ ആ മൂക്കിൻ്റെ ഭാഗമൊക്കെ ഈ കൊണ്ടുവരുന്ന ട്രെയിനർ തുടച്ചു കൊടുക്കും. തുടച്ച് മറ്റ് സ്മെല്ലിൻ്റെ ഇത് മാറ്റിയതിന് ശേഷമാണ് ഡോഗിനെ കൊണ്ടുവന്ന് സ്മെല്ല് ചെയ്യിക്കും. അത് കൃത്യമായിട്ട് നായ അത് അനുസരിക്കുകയും ചെയ്യും. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി സ്മെല്ലെന്ന് പറയുമ്പോൾ അത് സ്മെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കണ്ട പരിചയം കൊണ്ട് ഞാൻ പറയുന്നതാണ്, അല്ലാതെ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ എനിവേ അത് കഴിഞ്ഞിട്ട് ഈ ഡോഗ് ഒരു 1/2 കിലോമീറ്ററോളം അകലെയുള്ള, ഏതാണ്ട് 1/2 കിലോമീറ്റർ വരും, ആ അകലെയുള്ള പയ്യൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറി. ഈ കയറിയതോടെ ഈ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ നാട്ടുകാരെല്ലാവരും തന്നെ നിശബ്ദരായി. അവരെല്ലാം ഡോഗ് പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടു. ഡോഗിനെ അവരങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ ചോദിച്ചു, ഇത്രയും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കാം, മനുഷ്യനെ അവിശ്വസിക്കുകയാണ്. പക്ഷേ ഈ ഒരു മിണ്ടാപ്രാണിയെ, അതായത് വീട്ടുകാരെ നേരിട്ട് കണ്ടെന്ന് പറയുന്ന വീട്ടുകാരെ അവിശ്വസിച്ചു, പോലീസിനെ അവിശ്വസിച്ചു, ഫിംഗർ പ്രിന്റുകാരായ നിങ്ങളെ അവിശ്വസിച്ചു. ഞങ്ങൾ അതിന്റെ അവിടെ ഒരു വലിയ റോൾ ഞങ്ങൾക്കില്ല, ഭാഗമായി നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പോലീസിന്റെ ഭാഗമായിട്ട് അവർ കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ ഒരു സെൻട്രൽ സ്റ്റേജിൽ വന്നെത്തിയില്ല. പക്ഷെ ഞാനിതിങ്ങനെ ഒബ്സർവറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനിത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഈ പക്ഷേ ഡോഗ് കയറിയതോടെ ആളുകളെല്ലാം പിന്നെ നിശബ്ദരാകുകയാണ്. അവന് വേണ്ടി വാദിക്കാൻ ആരുമില്ല പിന്നെ. അപ്പോൾ ആ ഒറ്റ സംഭവത്തിന് ഈ മനുഷ്യനെ അവിശ്വസിക്കുമ്പോൾ തന്നെ ഈ ഒരു നായയിലും ആ പരിശോധനയിലും ഒക്കെ എന്തുമാത്രം വിശ്വാസമാണ് ആളുകൾക്കെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് ഇതുപോലെ ഈ നായ വരുമ്പോൾ ചിലപ്പോൾ നേരിട്ട് ആ നായയുടെ ഒരു ശ്രമം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു റോൾ ചിലപ്പോൾ വലുതായിട്ട് കാണത്തില്ല. പക്ഷേ അത് വരുന്നതോടെ പബ്ലിക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ പുറകിൽ ചില സീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വന്നത് പരിശോധിക്കുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നവരെല്ലാം പോലീസ് ഡോഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ കൗതുക കാഴ്ചയായി ആ ഡോഗിന് പിന്നാലെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോഗ് വരുമ്പോൾ നാട്ടിലുള്ള പട്ടികളെല്ലാം കൂടെ കിടന്ന് ചുറ്റും നിന്ന് ദൂരെ നിന്നൊക്കെ കുരയ്ക്കും. അവർ ഭയം കൊണ്ടാണ് എന്താണെന്നറിയില്ല. പക്ഷേ ഈ പോലീസ് ഡോഗ് ഒരിക്കലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. അത് വെൽ ട്രെയിൻഡ് ആണ്. അത് ഒരു കാരണവശാലും ഇവരുടെ ഈ കുരയ്ക്ക്, സാധാരണ ഏതൊരു പട്ടിയുടെയും ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന നിലയ്ക്ക് അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, കുരയ്ക്കും. ഇത് കുരയ്ക്കത്തേയില്ല, നമ്മൾ കിടക്കാൻ അങ്ങനെ കിടക്കാം. അവന്റെ ലക്ഷ്യം ഇതേ ഉള്ളൂ, എന്റെ ബോസ് എന്നെ മണപ്പിച്ച അത് മറ്റൊരു സ്ഥലത്ത് കാണുന്നുണ്ടോ, ആ സ്മെല്ല് പോകുന്ന വഴിക്ക് പോകുന്നു. ഇതിടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യും, റിമൈൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആര് റിമൈൻഡ് ചെയ്ത് കൊടുക്കും? ട്രെയിനർ ആ സ്മെല്ല് വീണ്ടും കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. അത് ഒരു ഫോഴ്സപ്സ് വെച്ച് എടുത്തിട്ട് അവർ തൊടത്തില്ല, നമ്മൾ തൊട്ടാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതായത് ഈ തൊപ്പിയാണെങ്കിൽ ഫോഴ്സപ്സിൽ വെച്ചിട്ട് എടുത്ത് വീണ്ടും സ്മെല്ല് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും അത് ഐഡന്റിഫൈ ചെയ്ത് ആളിന്റെ പുറകെ പോകും. അപ്പം ഞാനിത് യാദൃശ്യമായിട്ട് കണ്ട അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, അതിനെക്കുറിച്ച് ഡോഗിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉള്ള ആളല്ല ഞാൻ. എങ്കിലും ഞാനൊക്കെ അത് സ്വാഭാവികമാണ്. കാരണം നായ ഒരു വിശ്വസ്തനായ നമ്മുടെ സഹകരണ സഹചാരിയാണ്. അതിന് പുറമെ പോലീസിലും മറ്റെവിടെയും കൈക്കൂലിയും മറ്റ് സംശയിക്കുന്നുണ്ട്, എല്ലാം വരാം. പക്ഷെ നായക്ക് അങ്ങനെ ഒരു കാര്യമില്ല. നായയെ സംബന്ധിച്ചുള്ള ഒരു നിശ്ചിത താല്പര്യമില്ല. തന്നെ മണപ്പിച്ചത് ഏതാണോ അതിന്റെ വഴി തേടി ആ ലക്ഷ്യത്തിൽ ചെന്ന് ആ ആളിനെ പിടികൂടുക എന്നുള്ളത് മാത്രമേ നായക്ക് ലക്ഷ്യമുള്ളൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ നായ മുമ്പൊക്കെ, ഇപ്പോഴാണെങ്കിൽ അതിനെ കൊണ്ടുപോകുന്നതിന് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇത്ര വലിപ്പമുള്ള വാഹനത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. പണ്ട് ഞങ്ങൾ ആദ്യം സർവീസ് കയറുമ്പോൾ കാണുന്നത് ഏതെങ്കിലും ഒരു അംബാസഡർ കാറിന്റെ പുറകിൽ, അതും ഈ പറഞ്ഞ ഡിക്കിയിൽ കയറ്റി അവിടെ ഇട്ട് വരിക. അപ്പോൾ ആ ഡിക്കി അടിയിൽ ഈ പൊള്ളുന്ന ചൂടുള്ള സമയത്ത് പോലും ഈ നായ ഒരു അസ്വസ്ഥതയും കാണിക്കാറില്ല. ആ അടിഭാഗം സ്വാഭാവികമായിട്ടും കാറിൻ്റെ അടിഭാഗം അറിയാമല്ലോ. അപ്പോൾ ആ ചൂടിൽ ഇതിനിടയിൽ ഇരുന്ന് ഈ ട്രെയിനർമാരിരിക്കുന്ന കാലും അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഇത് കിടക്കുന്നത്. അവിടെ അത് എത്ര സമയം കൊണ്ട് നിശബ്ദമായിട്ട് അത് ഒരു ശല്യം ഉണ്ടാക്കാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു അനുസരണ എന്ന് പറയുന്നത്, അത് വാസ്തവത്തിൽ ആ ട്രെയിനേഴ്സിൻ്റെ കൂടെ മിടുക്കാണ്. ഈ ഡോഗ് എന്ന് പറയുന്ന പണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഏറ്റവും ആദ്യം മനുഷ്യനുമായിട്ട് ഇണങ്ങി വന്ന ഒരു ജീവിയാണ്. അതിൻ്റെ ഞാൻ പലപ്പോഴും അതിനെ അത്ഭുതകരമായിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഈ ഡോഗ് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവൻ പറയുന്നത് പോലെ അതിങ്ങനെ അനുസരിച്ച്. ഇതുപോലെ കോടതിയിലും അങ്ങനെയാണല്ലേ, ഈ സ്നിഫർ ഡോഗ് പിടിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ല. നമ്മൾ സ്നിഫർ ഡോഗ് പിടിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ ബിസിനസ് ആയിട്ട് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ സ്നിഫർ ഡോഗ് ഇത് പിടിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സീൻ മഹസർ നമ്മൾ തയ്യാറാക്കുമല്ലോ. മഹസർ തയ്യാറാക്കുമ്പോൾ മഹസറിൽ സാക്ഷികളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കണ്ടതായിട്ട് സാക്ഷികൾ ഒപ്പിടുന്നത് കൊണ്ടാണ് അത് ആധികാരികമായിട്ട് മാറുന്നതൊക്കെ.
നമുക്ക് പോലീസിന്റെ അതിലേക്ക് നയിക്കുക. പോലീസിന് കള്ളനെ പിടികൂടാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് അല്ലേ ഈ മണം. ഇതൊന്നും എപ്പോഴും വിജയിക്കണമെന്നില്ല, എപ്പോഴും ചിലപ്പം ഇത് ട്രാക്ക് ചെയ്യുന്നത് പകുതി വെച്ച് നിന്ന് പോവാം. അതിന് ആ സ്മെല്ല് നഷ്ടപ്പെട്ട അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ നിൽക്കും. അങ്ങനെയൊക്കെ ചിലർ ഈ മുളക് പൊടി വിതറിയാൽ പിന്നെ സ്മെല്ല് കാണില്ലെന്നൊക്കെ പറയുന്നത് അതാണല്ലേ. അതൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല. ഞാനതിലേക്ക് കൂടുതൽ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. പോലീസിനെ വഴിതെറ്റിക്കാനുള്ള അല്ലെങ്കിൽ അതിന് സ്മെല്ല് കിട്ടാതിരിക്കാനുള്ള ഒരുപാട് രീതികൾ കള്ളന്മാരെ നിവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവമുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഇതിനെ അതിജീവിക്കാൻ അതിന് പലപ്പോഴും കഴിയാറുണ്ടല്ലേ? പലപ്പോഴും കഴിയാറുണ്ട്. ഡോഗിന് പലപ്പോഴും കഴിയും. അത് ഈ പിന്നെ ആദ്യത്തെ ആ ഒബ്ജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ചാൽ ഇതിന് പിന്നെയും അത് ട്രേസ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ്. ഉണ്ട്. അതിൻ്റെ ഓൾഫാക്ഷൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ സങ്കല്പിക്കുന്നതിനും ഒക്കെ അപ്പുറത്താണ്. മനുഷ്യൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടല്ല അതിനെ കാണേണ്ടത്. അതിന് സ്മെല്ല് വലിയൊരു ഉപാധിയാണ് ഏത് കാര്യത്തിനും. അതിപ്പോൾ നമ്മൾ അറിയാം, അത് യൂറിനേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ അത് കൃത്യമായിട്ട് അതിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കുന്നതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ പൊതുവായിട്ട് പറയുന്നതാണ്, അതായത് ഒരു ലേമാനും പറയാൻ പറ്റുന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മൂക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ചെവി എല്ലാം വളരെ ഷാർപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ എന്തായാലും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതെ അതെ. പണ്ട് അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേട്ടനായായിട്ടും ഒക്കെ മനുഷ്യനോടൊപ്പം കൂടിയതാണ്. മനുഷ്യനോടൊപ്പം അത് കൂടിയ മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആദ്യ ജീവികളിൽ ഒന്നാണ്. നമുക്ക് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാമല്ലോ, പൂച്ചയെക്കാളും പൂച്ച എപ്പോഴും ആഹാരം കിട്ടുന്നതിലാണ് പൂച്ച കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിനുള്ള രീതിയിലാണ്. പക്ഷേ പട്ടി അങ്ങനെ അല്ല. പട്ടി എന്ന് പറയുന്നത് ആ സ്ഥലം, താമസിക്കുന്ന സ്ഥലത്തോടാണ് അതിന് ലോയൽറ്റി ഉള്ളത്. അതിൻ്റെ ഒരു അതുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, എൻ്റെ മേഖലയല്ല അത്. എന്തായാലും നായയെ വിശ്വസിക്കുന്ന അത്രയും പലപ്പോഴും ജനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ തെളിവാണ് ഈ പറഞ്ഞത്. ആ ഒരു തെളിവ് പറഞ്ഞതേ ഉള്ളൂ. നന്ദി. നമസ്കാരം.